ടു ദിസ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹൂ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ നിങ്ങൾക്കറിയാം കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാകാം അല്ലേ. റെസിഡൻറ്റ് ഡയറക്ടർ, വുമൺ ഡയറക്ടർ, ഓൾട്ടർനേറ്റ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. ടുഡേ നമ്മൾ ഹൂ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, every listed public company shall have at least 1/3 of the total number of directors as independent directors. For example, the maximum number of directors in a company is 15. For example, in a company, if there are 12 directors, if there is 12 directors in the board of directors of a company, 1/3 of that means 4 directors should be independent directors. Okay, and for this purpose, if there is any fraction contained in 1/3 number, that shall be rounded off as 1. So, minimum number of directors should be 1/3. Minimum should be 1/3 of the total number of directors as independent directors, and the central government may prescribe the minimum number of independent directors in case of any class or classes of public companies. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈസ് എ ഡയറക്ടർ ഹു ഷുഡ് നോട്ട് ബി എ മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ നോമിനി ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ എന്നുള്ളതൊക്കെ പേരിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ആസ് പെർ സെക്ഷൻ 161, a nominee director is one who is appointed by the financial institution or investors for safeguarding their interests. കമ്പനിക്ക് ലോണൊക്കെ കൊടുത്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ ഇൻവെസ്റ്റേഴ്സ്, അവരെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷുഡ് നോട്ട് ബി എ മാനേജിംഗ് ഡയറക്ടർ, ഷുഡ് നോട്ട് ബി എ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ നോമിനി ഡയറക്ടർ. ഇനി ആരൊക്കെ ആവണം, എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് നോക്കാം. An independent director should be a person of integrity and should possess the relevant expertise and experience. Person of integrity, ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ആളാവണം ആര്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതുപോലെ തന്നെ റിക്വയർഡ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഷുഡ് ബി there for an independent director. ഇനി an independent director should not be a promoter of the company or its holding company or subsidiary company or associate company. An independent director should not be related to the promoters or directors in the company, its holding or subsidiary or associate company. കമ്പനീൻ്റെ പ്രൊമോട്ടർ ആവാൻ പാടില്ല, അതുപോലെ തന്നെ കമ്പനീൻ്റെ ഹോൾഡിംഗ് കമ്പനീൻ്റെയോ സബ്സിഡിയറി കമ്പനീൻ്റെയോ അസോസിയേറ്റ് കമ്പനീൻ്റെ ഒന്നും പ്രൊമോട്ടർ ആവാൻ പാടില്ല. അങ്ങനെ കമ്പനീൻ്റെ അല്ലെങ്കിൽ അസോസിയേറ്റ്, സബ്സിഡിയറി, ഹോൾഡിംഗ് കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് റിലേറ്റ് ചെയ്യാൻ പാടില്ല. തേർഡ് തിങ് എന്ന് പറയുന്നത്, an independent director or his relative should not have a pecuniary relationship with the company, with its holding company, subsidiary company or associate company. Immediately during the 2 years immediately preceding the financial year or during the current financial year. എന്ന് പറഞ്ഞാൽ എന്താണ്? പെക്യൂനിയറി റിലേഷൻഷിപ്പ് മീൻസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മണി. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പെക്യൂനിയറി റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്പനി. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ റിലേറ്റീവ്സിനും എന്തുണ്ടാവാൻ പാടില്ല? പെക്യൂനിയറി റിലേഷൻഷിപ്പ് കമ്പനിയായിട്ട് ഉണ്ടാവാൻ പാടില്ല. കമ്പനീൻ്റെ അസോസിയേറ്റ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് 2 financial years or during the current year. എന്ന് വെച്ചാൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 2 വർഷങ്ങളിൽ കമ്പനിയായിട്ടോ അതുപോലെ തന്നെ കമ്പനീൻ്റെ ഹോൾഡിംഗ്, സബ്സിഡിയറി, അസോസിയേറ്റ് കമ്പനിയായിട്ട് പെക്യൂനിയറി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ none of his relatives had pecuniary relationship with the company or transaction with the company. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, an independent director or his relative should not be in a position of key managerial person in the company or should not be an employee, proprietor, partner in an auditing firm, company secretary, legal or consulting firm of the company, holding company, subsidiary company or associate company. എന്താ അപ്പോൾ നമ്മൾ പറഞ്ഞത്? neither himself
or any of his relatives holds or he has held the position of a key managerial person, or he or has been an employee of the company or its holding company or subsidiary or associate company in any of the 3 financial years immediately preceding the financial year in which he is proposed to be appointed. അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 3 വർഷങ്ങളിൽ കമ്പനീൻ്റെ കീ മാനേജീരിയൽ പേഴ്സണലായിട്ട് ആ പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും അതുപോലെ റിലേറ്റീവ്സും. പിന്നെ എംപ്ലോയി ആകാൻ പാടില്ല, കമ്പനി സെക്രട്ടറി പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല, ലീഗൽ ഓർ കൺസൾട്ടിങ് ഫേമിൻ്റെ അകത്തുള്ള ആളാകാൻ പാടില്ല, കമ്പനീൻ്റെ ആകാൻ പാടില്ല, കമ്പനീൻ്റെ അസോസിയേറ്റ് കമ്പനി, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനീൻ്റെ ഈ പൊസിഷനിലൊന്നും വരാൻ പാടില്ല. ഓക്കെ. He has been an employee or proprietor or partner in any of the 3 financial years immediately preceding the financial year in which he is proposed to be appointed of. Should not hold a position as key managerial person, employee, proprietor or partner in an auditing firm, company secretary, legal or consulting firm of the company, holding company or its subsidiary company or associate company. Okay. Next thing is, he and his relatives should not hold 2% or more of the voting power of the company. Independent director and his relatives should not hold 2% or more of the voting power of the company. Next thing is, the chief executive director or director of non-profit company, he should not be appointed as a chief executive officer or director of a non-profit organization, and that non-profit organization receive 25% of its receipts from the company. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ NPOൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെയുള്ള NPO ആണ്? ദാറ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് റിസീവിങ് 25% ഓർ മോർ ഓഫ് ഇറ്റ്സ് റിസീപ്റ്റ്സ് ഫ്രം ദിസ് കമ്പനി. ഇപ്പോൾ കമ്പനി എ ഉണ്ട്, കമ്പനി ബി എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനി ബിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഡയറക്ടറോ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. NPOൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോൾ ദിസ് NPO കമ്പനി ബി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് റിസീവിങ് 25% ഓഫ് ഇറ്റ്സ് റിസീപ്റ്റ്സ് ഫ്രം കമ്പനി എ. അപ്പോൾ കമ്പനി എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ബീൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാകാൻ കമ്പനി ബീൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഡയറക്ടർ പൊസിഷനിലോ ഇരിക്കാൻ പാടില്ല. You should not be a chief executive officer or director of a non-profit organization, and this non-profit organization is receiving 25% of its receipts from this company. Next thing is, an independent director shall not be entitled to any remuneration other than sitting fee, reimbursement of expenses for participation in the board and other meetings, and profit related commission as may be approved by the members. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് റെമ്യൂണറേഷൻ കിട്ടില്ല എന്നല്ല, റെമ്യൂണറേഷൻ will be given to the independent director, but remuneration other than sitting fee, reimbursement expenses for participation in board meeting and profit related commission, these things ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്? റെമ്യൂണറേഷൻ അതർ ദാൻ സിറ്റിംഗ് ഫീ, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റ് റിലേറ്റഡ് കമ്മീഷൻ. ദീസ് 3 റെമ്യൂണറേഷൻസ് ആർ ഗിവൺ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈസ് എലിജിബിൾ ഫോർ ദീസ് 3 റെമ്യൂണറേഷൻസ്, റൈറ്റ്? ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഒക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ ഷുഡ് നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ആൻഡ് ലാസ്റ്റ്ലി, ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ വേക്കൻസി ഉണ്ടെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ഓൺ ബിഹാഫ് ഓഫ് ഹിം ഇൻ ഹിസ് ആബ്സെൻസ്, വേക്കൻസി ഉണ്ടെങ്കിൽ ഓൺലി ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ക്യാൻ ബി അപ്പോയിൻറ്റഡ്. ഓൺലി ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ടു ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് പകരമായിട്ട്
അയാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ഓൾസോ ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു കവർ ടുഡേ. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 മിനിമം എന്താവണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവണം. Independent director should be having required expertise, should be a person of integrity, should not be related to the promoters of the company, should not be a promoter of the company, and he and his relatives should not hold a pecuniary relationship with the company or with its associates or holding or subsidiary company. He or his relatives should not hold a position of key managerial person. അതുപോലെ തന്നെ should not be an employee of the company, should not be a person in the partner in the auditing firm, should not be there in the legal or consulting firm of the company or the associate or subsidiary holding company, and he and his relatives should not hold more than 2% of voting power, and he should not be a director in a non-profit organization that NPO is receiving 25% of its receipts from this company and should not be entitled to any remuneration other than the specified items, and should not be entitled to employee stock option scheme, and should not